ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. ഇത് നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുന്നുണ്ടായിരിക്കാം, അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യമെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സെൽഫ് ലവ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പോഴായിരിക്കും നിങ്ങൾക്കത് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ ധാരാളമായി സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രണയം, ഒരു സ്നേഹം, ഒരു ഓഫറുമായിട്ട് ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇതിനകത്ത് കാണുന്നത്. ഒരു ഓഫറുമായിട്ട് ആരോ വരുന്നുണ്ട് ഇന്നേ ദിവസം. വേൾഡ് കാർഡാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്ക് ഒരു ട്രാവൽ ഉണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, കുറച്ച് കാലം കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയമാണ്. അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ചാൻസ് വരാൻ സാധ്യതയുണ്ട്. പാടുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ചാൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രാവൽ ഉണ്ടായിരിക്കാം ചില ആൾക്കാർക്ക്. ചില ആൾക്കാർ നിങ്ങളുടെ ഒരു നിങ്ങൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങളുടെ ആ ഒരു ജന്മനാടിലേക്ക് ഒരു മടങ്ങി പോകുന്ന ഒരു എനർജിയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു ഫുൾഫിൽ ചെയ്യുന്നൊരവസ്ഥയാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇതിനകത്തുള്ളത്. 7 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ശരിക്കും ഇതിനകത്ത് നിങ്ങൾ കുറേ കാലം കൊണ്ട് ചെയ്ത കാര്യം, ആ ഒരു കാര്യത്തിന് ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കുറേ ഹാർഡ് വർക്ക് ചെയ്തു, അപ്പോൾ ആ ഒരു ഹാർഡ് വർക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഫലം നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നു. അത് കിട്ടുമെന്നാണ് കാണുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിൽ ചില ആൾക്കാർക്ക് കുറച്ചൊരു പേഷ്യൻസിൻ്റെ ആവശ്യമുണ്ടെന്ന് കൂടി കാണുന്നുണ്ട്. ചിലപ്പോൾ അത് കാത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു നിങ്ങളുടെ സന്തോഷം ഇന്നേ ദിവസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ഒരു പ്രതിഫലം കിട്ടുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു സാലറി ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ പൈസയുമായി ബന്ധപ്പെട്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് നല്ല ബിസിനസ് വന്നതിൽ നിന്നും ധാരാളം പൈസ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇതുവരെ ചെയ്തതുപോലെ അല്ല. ഇനി നിങ്ങൾ
വേറൊരു ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് നടക്കാൻ തീരുമാനിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എല്ലാവരെയും കെയർ ചെയ്തു, എല്ലാവരെയും സ്നേഹിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഭംഗിയായിട്ട് മറ്റുള്ളവരെല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് ഇരുന്ന ആൾക്കാരാണെങ്കിൽ ഇനി നിങ്ങൾ പല കാര്യങ്ങളിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊന്നും തന്നെ നിങ്ങൾ ഒരു അതിനെ അനുകൂലിക്കുന്നതല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ പാസ്റ്റിലാണെങ്കിൽ നിങ്ങളോട് ആലോചിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, മറ്റുള്ളവരെ ആലോചിക്കുന്നു, അവർ തീരുമാനിക്കുന്നു, നിങ്ങളത് അംഗീകരിക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഈ സമയത്ത് നിങ്ങളോട് ആലോചിക്കാതെ എടുക്കുന്ന ഒരു തീരുമാനങ്ങൾക്കും നിങ്ങൾ അനുകൂലിക്കുന്നില്ല, അത് അംഗീകരിക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു എനർജിയാണുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളതെന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഏറ്റവും തീവ്രമായി ആഗ്രഹിച്ചൊരു കാര്യത്തിലേക്ക് ഇന്ന് നിങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് ശരിക്കും ഒരു ആകാംക്ഷ ഉണ്ട് അതെങ്ങനെ ആയി തീരുമെന്നുള്ളത്. അപ്പോൾ ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കാം, ചിലപ്പോൾ ഇതൊരു ട്രാവലായിരിക്കാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ജോലിയിൽ നിങ്ങൾ പ്രവേശിക്കുന്നതുമായിരിക്കാം ഇന്നേ ദിവസം. ടു സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ കുറച്ചൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ. നിങ്ങൾ വിചാരിക്കുന്നു പുറത്തുള്ള ഒരു കാഴ്ചകളും കാണാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയണ്ടല്ലോ, അങ്ങനെ ഇരിക്കാമല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ചില സമയങ്ങളിലെങ്കിലും നമ്മൾ ആവശ്യമില്ലാത്തത് കാണണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യവും കേൾക്കണ്ടെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ സിറ്റുവേഷന് അനുകൂലമല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയേണ്ടെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജിയിലാണ്. മറ്റൊരാളുടെയും കാര്യത്തിൽ ഇടപെടാതെ, മറ്റൊരാളുടെയും കാര്യത്തിൽ അഭിപ്രായം പറയാതെ വെറുതെ ഇരിക്കുന്നു. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. വളരെ സമാധാനത്തിലിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് കൂടുതൽ ഇമോഷൻസിന് പകരം നിങ്ങൾ ആക്ഷൻ എടുക്കുന്നൊരു ദിവസമാണ് ഇന്നേ ദിവസം. ഇന്ന് സെൻറ്റിമെൻസിനൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം വളരെ പ്രാധാന്യമൊന്നും നിങ്ങൾ കൊടുക്കുന്നതല്ല. ആരോട് എന്ത് പറയണമെങ്കിലും നിങ്ങൾ തുറന്ന് സംസാരിക്കും. വളരെ ശക്തമായും വ്യക്തമായും ഒക്കെ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അത് വീട്ടിലായാലും ഓഫീസിലായാലും ഈവൻ സുഹൃത്തുക്കളുടെ ഇടയിലായാലും നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്നത്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ പുതിയൊരു കാര്യം നിങ്ങൾ ഇന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ അത് ഇന്ന് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അതൊരു മെച്യൂർഡ് അല്ലാത്തൊരു ഡിസിഷനും കൂടെ ആയിരിക്കും ഇന്നേ ദിവസം. ഇന്ന് ഇത് ഒരു സ്റ്റാർട്ടിങ് പീരീഡിലാണ് എന്നുള്ളതാണ്. ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ച് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് സ്റ്റാർട്ട് ആകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ ഒരു അഭിപ്രായം മാറ്റാൻ സാധ്യതയുണ്ട്. കാരണം ഇതിന് കുറച്ച് മെച്യൂരിറ്റി കുറവാണ് എന്നുള്ളതാണ്. ഇന്ന് എടുക്കുന്ന ഈ ഒരു ആക്ഷന് കുറച്ച് മെച്യൂരിറ്റി കുറവാണെന്നാണ് കാണുന്നത്. നൈൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഒരു ഭയവും ഒക്കെ ഉണ്ട്. ഇന്നലെ രാത്രിയിലത്തെ ഒരു എനർജി ആയിരിക്കും. നിങ്ങൾ ശരിക്കും ദുസ്വപ്നം കാണുന്നുണ്ടായിരിക്കാം, പേടിക്കുന്നുണ്ട്, പുറത്ത് നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നു എന്ന് പേടിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാനോ ഒറ്റയ്ക്ക് ഉറങ്ങാനോ ഒക്കെ പേടിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ന് കാണുന്നുണ്ട്. ഒരു കൂട്ടിനൊരാൾ വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ സമയം. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ്. നിങ്ങൾ ഇന്ന ദിവസം വളരെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. പുറത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാർക്ക് ഒരു ഡിപ്രഷൻ്റെ ഒരു സ്റ്റേറ്റിലാണ് നിങ്ങളുള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഇത് പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു പെയിൻ അതിങ്ങനെ നമ്മളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നിരിക്കും. പൂർണ്ണമായും അത് ഹീലാകാതിരിക്കുമ്പോൾ അത് വീണ്ടും നിങ്ങളിലേക്ക് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളായിട്ട് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്.
10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഒരു ഒരു പെയിൻഫുൾ എൻഡിങ്സ് ആണ് ഇതിനകത്തുള്ളത്. ഒരു ചതിയിൽ പെടുത്തിയ പോലത്തെ ഒരു എനർജിയാണ് ഇതിൽ. 10 ഓഫ് സോഡ്സ് 9 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ചതിയിൽ പെടുത്തിയ ഒരു ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വരുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു ചതി കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഓർമ്മകൾ നിങ്ങളുടെ ഇതിലുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു പൈസയുമായി ബന്ധപ്പെട്ടത്, ഇതിൽ ധാരാളം പെൻഡക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ആരെങ്കിലും നിങ്ങളെ ചതിച്ചിട്ടുണ്ടായിരിക്കാം, ഒരു ട്രാപ്പിലൊക്കെ പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ അപ്പോൾ നിങ്ങളെ സ്നേഹിച്ചത് ഒരു വിശ്വസിച്ചവരുമായിട്ടുള്ള എല്ലാവരും തന്നെ നിങ്ങളെ തള്ളിക്കളഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അവിടെ നിന്ന് നിങ്ങൾ വളരെയധികം ആ ഒരു എൻഡിങ്സ് എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നാണ് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വന്നത്. പക്ഷെ ഇപ്പോഴും പാസ്റ്റിലെ ഓർമ്മകൾ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്, നിങ്ങളെ വേദനിപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത്. എയ്റ്റ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഒരു ട്രാപ്പിലായി പോയ പോലത്തെ ഒരു അവസ്ഥയാണ്. മറ്റുള്ളവരെ നിങ്ങളെ ഒന്ന് ഒരു കെട്ടിയിട്ട പോലത്തെ അവസ്ഥയാണ് ഇത്. നിങ്ങൾ വിശ്വസിച്ച ആൾക്കാർ നിങ്ങൾ ചതിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിങ്ങളെ തന്നെ ട്രാപ്പിലാക്കി വെച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. കുറച്ച് ആൾക്കാരുടെ എനർജിയാണ് കേട്ടോ ഇത്. കുറച്ച് ആൾക്കാരുടെ ചിന്ത മാത്രമാണ് ഇത്. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റെസൊണേറ്റ് ആവില്ലെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. കുറച്ച് ആൾക്കാർ വളരെ ശരിക്കും നെഗറ്റീവായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് അവർ വളരെയധികം ആലോചിച്ച് ചില പുതിയ കാര്യങ്ങൾ ചെയ്യാനും അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പാസ്റ്റ് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ ഒരു ട്രാപ്പിൽ പെട്ടുപോയ പോലത്തെ ഒരു എനർജി ഉണ്ട്. സെയിം സിറ്റുവേഷൻ ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും ഈ ഒരു സമയത്തും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു കാർഡ് കൂടി നോക്കാം നമുക്ക്. 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്, അബണ്ടൻസ് ആണ്. അപ്പം നിങ്ങൾ എത്ര നെഗറ്റീവായിട്ട് ഇരുന്നാലും കുറച്ച് ആൾക്കാർ അതിൽ നെഗറ്റീവ്, പാസ്റ്റിലെ ഒരു നെഗറ്റിവിറ്റിയാണിത്. പാസ്റ്റിലെ ട്രോമയാണ് ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്താഗതി മാറ്റേണ്ട ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പെയിൻ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും നിങ്ങൾ ഹീൽ ചെയ്ത് വെയിറ്റ് ചെയ്യാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഇനി നമുക്ക് കൃഷ്ണ ഓറക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നത് എന്ന് നോക്കാം. പേഷ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാത്തിനും ഉത്തരവും ദൈവം തരുന്നുണ്ട്. പക്ഷേ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ, ഈ സമയം നിങ്ങൾ വെയിറ്റിംഗ് പീരീഡിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ട്രാൻസ്ഫർമേഷനാണ് ഇതിൽ. എത്ര പൂർണ്ണമായും ഇല്ലാതായാലും അവിടെ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള ഒരു ബലം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ആ ഒരു പൂർണ്ണമായും ഇല്ലാതായതിൽ നിന്നും ഒന്നേന്ന് നമ്മൾ വീണ്ടും രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. നിങ്ങളൊരു പുതിയ ക്രിയേഷൻ ആണെന്നാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും വളരെ നല്ല ഒരു സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അത് ശരിക്കും പേഷ്യൻസോടുകൂടി ഇരിക്കാൻ പറയുന്നുണ്ട്. ഡെത്താണ്. അപ്പോൾ എന്ത് പ്രശ്നമായാലും അത് എൻഡാകും എന്നുള്ളതാണ്. ഇനി എത്ര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനും എൻഡാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് വളരെ ഒരു പാസ്റ്റിലുണ്ടായിരുന്ന നെഗറ്റിവിറ്റി, ആ ഒരു കാര്യം നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യത്തിന് ഒരു പെയിനായിട്ട് നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. ആ ഓർമ്മകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ കാര്യത്തിനും ഒരു എൻഡിങ് ഉണ്ട്. അപ്പോൾ ശരിക്കും എല്ലാം എഴുതപ്പെട്ടതാണെന്നാണ്. കുറേ കാര്യങ്ങളൊക്കെ അത് എഴുതപ്പെട്ടതാണ് എന്ന് ആണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്.
ശരിക്കും ഇപ്പം സന്തോഷമായാലും ദുഃഖമായാലും എല്ലാത്തിനും ഒരു എൻഡിങ് ഉണ്ട്. അപ്പം നിങ്ങളിപ്പം വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും അതിനൊരു ഡെത്ത് ഉണ്ടെന്നുള്ളതാണ്. അതൊരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും. ഇന്നേ ദിവസം ധാരാളമായിട്ട് ബ്ലെസ്സിങ്സ് ഉള്ളൊരു ദിവസവും കൂടിയാണ്. അപ്പോൾ നിങ്ങളത് വിശ്വസിക്കുക, ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.